ചക്ക വറുത്തത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ചക്ക അരിയുന്ന വിധം പലതരത്തിൽ നമ്മൾ അരിഞ്ഞെടുക്കും. കട്ടിയുള്ള ചക്കച്ചുള കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് അരിഞ്ഞെടുക്കുന്ന രീതിയിലാണ് ഇപ്പം ഞാനിത് കാണിക്കുന്നത്. അതായത് നമ്മൾ ചക്ക വേവിക്കാനൊക്കെ നീളത്തിൽ കീന്തി എടുക്കുന്നത് പോലെ കനം കുറച്ച് നന്നായിട്ട് കനം കുറച്ചതിന് ശേഷം കട്ടിയുള്ള ചുളയുടെ കാര്യമാണ് ഈ പറയുന്നത്, അങ്ങനെ അരിഞ്ഞെടുക്കുക. ഇത് ഞാനിപ്പം വേവിക്കാൻ പാകത്തിന് കീന്തി എടുത്ത പോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയാണിത്. തിളച്ച എണ്ണയിലേക്ക് ചക്ക ഇടുക. ഏകദേശം ഇത് മൂക്കാറാകുമ്പോഴേക്ക് ലേശം ഉപ്പ് നീര് അതിലേക്ക് ഒഴിക്കുക. നിങ്ങൾക്കതിന് മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ ഈ എണ്ണയിലേക്ക് ഒരു കഷ്ണം പച്ചമഞ്ഞൾ ഇടുക. ഇല്ലെങ്കിൽ ഈ ഉപ്പുനീരിൻ്റെ കൂട്ടത്തിൽ തന്നെ അല്പം മഞ്ഞൾ പൊടി കലക്കുക. കലക്കിയതിന് ശേഷം അതെല്ലാം കൂടെ ഒന്നിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരല്പം കളറ് കിട്ടുന്നതായിരിക്കും. ഞാനിവിടെ കളറൊന്നും ചേർക്കുന്നില്ല, ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. നമുക്കിതെങ്ങനെയാണ് വറുത്തെടുക്കുന്നതെന്ന് കാണാം. നന്നായി തിളച്ചിരിക്കുന്ന എണ്ണയിലേക്ക് ഒരു കൈ ചക്ക എടുത്ത് ഇടുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വളരെ കുറച്ച് എണ്ണ ഉപയോഗിച്ചാണ് ഇതൊക്കെ വറുത്തെടുക്കുക. എണ്ണ നന്നായിട്ട് തിളച്ചിരിക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ ചക്ക ഇങ്ങനെ പൊള്ളി വരത്തില്ല, അല്ലെങ്കിൽ അത് കട്ടിയായി പോകും. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല തിളച്ചിരിക്കുന്ന എണ്ണയിലേക്ക് തന്നെ ചക്ക ഇടുക. ഇതിപ്പോൾ നമ്മൾ ചകിണിയൊക്കെ വറുത്തെടുക്കുന്ന പോലെ തന്നെയാണ്, വളരെ കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയാണിത്. ഇപ്പോൾ ഒരു സ്വരമൊക്കെ മാറി വരുന്നുണ്ട്, കിലുകില ശബ്ദമൊക്കെ ഇട്ട് തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കാണാൻ ഇതിൻ്റെ കളറും വറുത്ത കളറുമായിട്ട് മാറി വരുന്നുണ്ട്. നിങ്ങൾക്ക് മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം മഞ്ഞളിട്ടാൽ മതി. ഞാൻ മഞ്ഞളിടാറില്ല, ഇങ്ങനെ അരിഞ്ഞു വെക്കുന്നതിന് മഞ്ഞളിടാറില്ല. ഇതിലേക്ക് ലേശം ഉപ്പുനീര് ഒഴിക്കാം. ഉപ്പുനീര് ഒഴിച്ച് കഴിഞ്ഞാൽ ഒച്ചയും ബഹളമൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ തിള നിന്ന് കഴിയുമ്പോഴേക്ക് നമുക്കിത് വറുത്ത് കോരുകയും ചെയ്യാം. ചക്ക നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്കൊരു ലൈറ്റ് യെല്ലോയിഷ് കളർ നമുക്കതിന് കിട്ടും. നമുക്കിതിന് കോരിയെടുക്കാം. നല്ല രുചിയുള്ള ചക്ക വറുത്തത് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. വളരെ കനം കുറച്ച് അരിഞ്ഞാൽ മാത്രമേ ഇതുപോലെ നമുക്ക് ക്രിസ്പി ആയിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ കട്ടിയുള്ള ചുള നമ്മൾ കനം കുറച്ച് അരിഞ്ഞ്, അതായത് ചക്ക വേവിക്കാൻ അരിയുന്ന പോലെ കീന്തി എടുത്തതിന് ശേഷം വറുത്തെടുത്താണിത്. നന്നായിട്ട് മൂപ്പിച്ച് തന്നെ വറുത്തെടുക്കണം. മഞ്ഞളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഈ കളർ മതി. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക, കരിഞ്ഞു പോകാതെ സൂക്ഷിക്കുക. ഉപ്പ് ആവശ്യത്തിന് ചേർക്കണം. സ്വാദിഷ്ടമായ ചക്ക വറുത്ത നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കഴിക്കാനായിട്ട് പറ്റും.